1000 രോഗികളിൽ ഒരു രോഗിയാണ് അവരെ സംബന്ധിച്ചുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛനാണ്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങളെ ജനിപ്പിച്ചു വളർത്തിയ ഞങ്ങളുടെ അച്ഛനെയാണ്. അതിന് പകരം ഒന്നും നിങ്ങൾക്ക് തരാൻ പറ്റില്ല, ആർക്കും തരാൻ പറ്റില്ല. 6-ാം തീയതിയാണ് ഇവിടുന്ന് കൊണ്ടുവന്നത് ഡിസ്ചാർജ് ചെയ്തിട്ട്. 8-ാം തീയതി മരിക്കുകയാണ്. അപ്പോഴാണ് ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞത് ഇനി എവിടെ കൊണ്ടുപോയിട്ടും കാര്യമൊന്നുമില്ല, അച്ഛൻ 2 ദിവസത്തിനകത്ത് മരണപ്പെടും, ഹാർട്ട് അറ്റാക്ക് മൂലമായിരിക്കും മരിക്കുന്നത്, ഓക്സിജൻ ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തു. അച്ഛനെ അവിടെ കൊണ്ടു ചെല്ലുന്ന സമയത്ത് സമ്മറി ആ ഫോണിലുണ്ടായിരുന്നു. ആ ഫോൺ കൊണ്ട് ചെന്നപ്പോഴത്തേന് ആ PR അത് ഡിലീറ്റ് തറഞ്ഞു. നടന്നു വന്ന ആളെ ഇതേപോലെ എന്താ പറയുക ഡെഡ് ബോഡി ആക്കി വിടുന്ന രീതിയിലുള്ള ഒരുപാട് പ്രവണതകൾ ഇതിനു മുന്നേ വിജയാസിൽ നടത്തിയിട്ടുണ്ട്. ഒരു ICU ആംബുലൻസ് അവിടെ വിളിച്ച് നിർത്തിയിട്ട് സാർ ആ സമ്മറിക്ക് വേണ്ടി ഞാൻ അവരുടെ കൂടെ കെഞ്ചി. അടക്കം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഒരു വിജയാസിന്ന് വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ ബില്ലിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ഒരു 10,880 ഇതായിരുന്നു എനിക്ക് വന്ന പേയ്മെൻറ്റ്. ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അപ്പോൾ ആ പേയ്മെൻറ്റ് തിരിച്ചു തരാണ്ട് ഒന്ന് വന്ന് മേടിക്കുമെന്ന് വെച്ചു. ലക്ഷക്കണക്കിന് ഏകദേശം ഒരു 1.5 മാസം കൊണ്ട് ഞങ്ങൾ ഏകദേശം 6 ലക്ഷം രൂപയോളം അമ്മയ്ക്കും അച്ഛനും കുഞ്ഞിനും ഒക്കെ കൂടി വേണ്ടിയിട്ട് 6 ലക്ഷം രൂപ മേലെ നമ്മൾ വിജയാസിൽ ബില്ലടച്ചത്. എൻ്റെ പേര് ശ്രീകുമാർ എന്നാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പുറം ലോകത്തെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് നിങ്ങളെല്ലാവരും വിളിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വിജയാസ് ഹോസ്പിറ്റലിലേക്ക് 25-ാം തീയതി എൻ്റെ അച്ഛനെ അവിടുന്ന് ബെറ്റർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ആയൂരിന്ന് ഒരു ഹോസ്പിറ്റൽ റെക്കമെൻഡ് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവരികയും ചെയ്തു. ഞാനവിടെ കൊണ്ടുവരാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് എൻ്റെ മകൻ അവിടെ അഡ്മിറ്റായിരുന്നു. ശരിക്കും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ മറ്റാരുമില്ലാതെ ഞാൻ മാത്രമാണ് നാട്ടിലുണ്ടായതുകൊണ്ട് ആ വിജയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിനെ ICUയിലേക്ക് ആണ് അവർ കയറ്റാൻ വേണ്ടി പറയുന്നത്. ICUയിലേക്ക് കയറ്റുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നു സാർ ഇത് CRP ലെവല് കൂടുതലാണെന്നാണെന്ന് പറഞ്ഞിരുന്നത്. ഓരോ ദിവസവും ഞാൻ ചോദിക്കുന്നുണ്ട് സാർ എന്തെങ്കിലും രീതിയിൽ ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, കാരണം ഓരോ ദിവസവും അച്ഛൻ്റെ നില വഷളായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ICUയിൽ നിന്ന് വീണ്ടും ബെറ്ററായി എന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് മാറ്റുകയും റൂമിൽ മാറ്റിയതിനു ശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില താഴേക്ക് പോവുകയും ഓക്സിജൻ അവിടെ കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ശരിക്കും 4-ാം തീയതി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സാറേ എന്തെങ്കിലും രീതിയിൽ ബെറ്ററായിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു 4-ാം തീയതി കൾച്ചറിൽ പോയിട്ടുണ്ട്, അതിൻ്റെ റിപ്പോർട്ട് വരട്ടെ എന്ന് പറയുന്നു. 5-ാം തീയതി ഞാൻ അദ്ദേഹം ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു പേപ്പറിലൊരു സമ്മറി എഴുതിത്തരുന്നു. ഞാൻ അങ്ങനെ ഒരു ഡോക്ടറെ വിളിച്ച് ഡോക്ടർക്ക് ഇത് അയച്ചു കൊടുക്കുന്നു. അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല, ഇത് നമുക്ക് ഭേദമാക്കാൻ പറ്റും. വിജയാസ് എന്ന് പറയുന്ന ഹോസ്പിറ്റൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉള്ളൊരു ഹോസ്പിറ്റലായിരുന്നു. കാരണം എൻ്റെ വൈഫിൻ്റെ ഡെലിവറിയും മറ്റുള്ള എല്ലാം നടന്നത് അവിടെ തന്നെയായിരുന്നു. അതുകൊണ്ട് ആ കോൺഫിഡൻസ് ഉണ്ടായത് തന്നെ എൻ്റെ അച്ഛനെയും തിരിച്ച് അതുപോലെ കിട്ടുമെന്ന് ഞാൻ പൂർണ്ണമായും പ്രതീക്ഷിച്ചു. അങ്ങനെ 6-ാം തീയതി രാവിലെ ഡോക്ടറെ വിളിച്ചിട്ട് എന്നോട് പറയുന്നു അച്ഛനെ നമുക്ക് റൂമിൽ നിന്നും ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു റൂമുണ്ട്, ആ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഉണ്ടാവില്ല, അവിടെ എപ്പോഴും ഡ്യൂട്ടി ഡോക്ടേഴ്സ് ഉണ്ടാവും, ഡോക്ടർ ഉണ്ടാവും, എന്ത് വേണമെങ്കിലും ചെയ്ത് എടുക്കാൻ പറ്റും. അവൻ്റെ അദ്ദേഹം പറഞ്ഞു നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെല്ലാം കൊടുത്തു കഴിഞ്ഞു, ഇനി അഥവാ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യത നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങൾക്ക് ഏതെങ്കിലും ബെറ്റർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് ഡോക്ടറോട് പറഞ്ഞ 6-ാം തീയതി രാവിലെ ഞാൻ പറയുന്നു സാറേ അങ്ങനെയാണെങ്കിൽ ഞാൻ കിംസിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനോട് ഞാൻ 10:30-ക്കാണ് അദ്ദേഹത്തിനോട് പറയുന്നത്. അദ്ദേഹം ഏകദേശം എത്രയും ടൈം ചെയ്യാമോ അവിടുന്ന് അവസാനം ഞാൻ 3:30-ക്കാണ് അവിടെ ഒരു വലിയ വിഷയം ഉണ്ടാക്കിയ ശേഷമാണ് ഞാൻ ആംബുലൻസിൽ കൊണ്ടുപോകുന്നത്. 3:30 ആകുന്നു ഇവിടുത്തെ പോകുന്നത്. അതിന് മുമ്പിട്ട് അവർ സമ്മതി തരാനോ ആ ബില്ല് പേ ചെയ്യുന്ന ഞാൻ ബില്ലടയ്ക്കാൻ ബില്ലിങ്ങാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും ആ ബില്ല് എനിക്ക് തരാൻ പറഞ്ഞിട്ടും അവർ ബില്ല് തരുന്നത് പോലും ഒരു 3 മണിക്ക് ശേഷമാണ്. അതിനുശേഷം അവിടെ ഒരു എൻ്റെ ജ്യേഷ്ഠനെ അവിടെ നിർത്തിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെന്നത് അവരുടെ കിംസിൽ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഓവർ മെഡിസിൻ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അച്ഛൻ്റെ ബോഡിയിലേക്ക് മെഡിസിൻ ഒന്നും എടുക്കുന്ന സാഹചര്യമില്ല എന്ന് പറയുന്നു. 8-ാം തീയതി 7-ാം തീയതി അവിടെ അഡ്മിറ്റ് ചെയ്യുന്നു, 8-ാം തീയതി വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നു, 8-ാം തീയതി അച്ഛൻ മരണപ്പെടുകയാണ് ചെയ്തത്. വിജയാസ് ഹോസ്പിറ്റലിനെ തകർക്കാൻ വേണ്ടി നിൽക്കുന്നത്. സാർ എന്നെപ്പറ്റി നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റും, ഞാനൊരു സാധാരണ ഫാമിലി ജനിച്ചു വന്ന ആളാണ്, ഒരു സാധാരണ കുടുംബത്തിലുള്ള ആളാണ്. 1000 രോഗികളിൽ ഒരു രോഗിയാണ് അവരെ സംബന്ധിച്ചുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛനാണ്. എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വീട്ടിലേക്കൊന്ന് കയറി താമസിക്കണം. അതുപോലും സാധിക്കാൻ പറ്റാതെ അതിൻ്റെ വിഷമം ഒരുപക്ഷെ നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അത് കൃത്യമായി പറഞ്ഞിരുന്നുവെങ്കിൽ, അതെനിക്ക് വ്യക്തമായി അവർ നൽകിയിരുന്നുവെങ്കിൽ എനിക്ക് ബെറ്റർ ട്രീറ്റ്മെൻറ്റ് നൽകാൻ പറ്റുമായിരുന്നു.
കൃത്യമായി ഇവരാണ് എൻ്റെ അച്ഛനെ അവിടുന്ന് ആയിരത്തെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്നത്. അവർ ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം എൻ്റെ മകനുമായിട്ട് ഞാനിവിടെ അഡ്മിറ്റായിരുന്നു. ആ സമയത്താണ് കഴിഞ്ഞൊരു റെക്കോർഡെടുത്ത് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ 2-2.5 മാസമായിട്ട് ഞാനിവിടെ വൈഫിൻ്റെ ഡെലിവറി ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പല പല കാര്യങ്ങളുമായിട്ട് ഉണ്ടായിരുന്നു. ആ കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ അച്ഛനെ തിരിച്ച് കിട്ടുമെന്നൊരു കോൺഫിഡൻസ് എനിക്ക് 100% ഉണ്ടായിരുന്നു. അവരുടെ ചികിത്സ ചെയ്തതിനെ പറ്റിയൊന്നും എനിക്ക് പറയാനാണല്ലോ, ഞാനൊരു മെഡിക്കൽ എക്സ്പേർട്ടൊന്നും എന്നെ സംബന്ധിച്ചല്ല. പക്ഷേ അവർക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ബെറ്റർ ട്രീറ്റ്മെൻറ്റ് നൽകാൻ. ഞാൻ പറഞ്ഞു വിജയാസിലേക്ക് വരുമ്പോൾ എനിക്കവിടെ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ എൻ്റെ മകനും അവിടെ ഉണ്ടായിരുന്നു. മകനവിടെ പനിയുമായിട്ട് ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു നിങ്ങൾ കൊണ്ടുവരും, നമുക്കൊരു കാര്യം ചെയ്യാം. എനിക്കപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല ഹോസ്പിറ്റലിൽ വേണമല്ലോ, ഇവിടെയും നല്ല ഹോസ്പിറ്റലാണ് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇവർ കൊണ്ടുവരുന്നത്. എനിക്ക് വിജയ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് യാതൊരുതുമായ ഇതും എന്നെ സംബന്ധിച്ചുണ്ടായിരുന്നില്ല. എൻ്റെ അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് മാത്രമാണ് ഉണ്ടായത്. കാരണം ഇപ്പം ഞാൻ കിംസിൽ പോയിട്ടുണ്ടായിരുന്നു. കിംസിൽ പോയപ്പോൾ അവർ ഏകദേശം ചെയ്തൊരു കാര്യം, ഓരോ മെഡിസിൻ ചെയ്യുമ്പോഴും നമ്മളെ വിളിച്ച് കൃത്യമായി ഇൻഫർമേഷൻ തരുന്നുണ്ട്. ഇൻഫർമേഷൻ തന്നിട്ട് ഇത് ഇന്നതാണ്, ഇന്നത് ചെയ്യുന്നത് കൊണ്ട് ഇന്ന റിസൾട്ട് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ എപ്പോൾ ചോദിച്ചാലും പറയുന്നത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, നമുക്ക് കൊണ്ടുപോകാം. പക്ഷേ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ എല്ലാ ഡെലിവറി മീൻസ് എൻ്റെ എല്ലാ ഫാമിലിയുടെ ട്രീറ്റ്മെൻറ്റ് ഞാൻ ഇവിടെ തന്നെ ചെയ്തത്. എനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇത് എന്നെ സംബന്ധിച്ച് ഒറ്റ കാര്യമുള്ളൂ. എൻ്റെ അച്ഛൻ്റെ മരണത്തിന് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് ഒന്ന് എനിക്കറിയണം. 2, എന്നെ സംബന്ധിച്ച് വേണ്ടുന്നൊരു കാര്യം, ഇനി മറ്റൊരാൾക്കും ഈ നഷ്ടപ്പെട്ടവൻ്റെ വേദന നഷ്ടപ്പെട്ടവന് മാത്രമേ അറിയത്തുള്ളൂ. ഈ പറഞ്ഞല്ലേ എല്ലാവർക്കും ഇതൊരു വാർത്ത വരുമ്പോഴും 1000 വാർത്തകളൊരു വാർത്തയായിരിക്കും. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങളെ ജനിപ്പിച്ച് വളർത്തിയ ഞങ്ങൾ അച്ഛനെയാണ്. അതിന് പകരം ഒന്നും നിങ്ങൾക്ക് തരാൻ പറ്റില്ല, ആർക്കും തരാൻ പറ്റില്ല. അതിനപ്പുറം ഒന്നും ചെയ്യാനും പറ്റില്ല. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. കണ്ണിരിക്കുമ്പോൾ കണ്ണിൻ്റെ വില അറിയില്ലെന്ന് പറഞ്ഞിട്ട് അതാണ് നഷ്ടപ്പെട്ടത്. 6-ാം തീയതിയാണ് ഇവിടുന്ന് കൊണ്ടുവന്നത് ഡിസ്ചാർജ് ചെയ്തിട്ട്. 8-ാം തീയതി മരിക്കുകയാണ്. പരാതി നമ്മൾ പെട്ടെന്നൊരു ഷോക്കായിപ്പോൾ എല്ലാവർക്കും. ആർക്കും ഇതിൻ്റെ പുറകെ തന്നെ നിൽക്കാൻ വയ്യായിരുന്നു. ഞാനാണ് കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷമാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഞാൻ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു. ഇന്നലെ തന്നെ ഞങ്ങൾ വന്ന് പരാതിയും കാര്യങ്ങളെല്ലാം. അപ്പം 4-ാം തീയതിയാണ് കൾച്ചർ ചെയ്തതിൻ്റെ റിസൾട്ട് വന്നേക്കുന്നത്. 4-ാം തീയതി കൾച്ചർ ചെയ്ത റിസൾട്ട് രാവിലെ 8 മണിക്ക് വന്നിട്ടും റിസൾട്ടിൻ്റെ ടൈം നോക്കുമ്പോൾ അറിയാലോ, റിസൾട്ടിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ടൈം. 4-ാം തീയതി രാവിലെ 8 മണിക്ക് റിസൾട്ട് വന്നിട്ടും ഡോക്ടറോട് നമ്മൾ 4-ാം തീയതി ചോദിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എങ്ങോട്ടെങ്കിലും മാറ്റണോ. അന്നേരം ഡോക്ടർക്ക് അറിയാം 4-ാം തീയതി ഈ 10ഓളം ആൻറ്റിബയോട്ടിക് കൾച്ചർ ചെയ്തിട്ട് ഒന്നിനോടും അച്ഛൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം അവർക്കറിയാം. എന്നിട്ട് 4-ാം തീയതി നമ്മളോട് പറയുന്നില്ല, 5-ാം തീയതി നമ്മളോട് പറയുന്നില്ല. 5-ാം തീയതി വൈകിട്ട് നമ്മൾ മറ്റെങ്ങോട്ടേലും കൊണ്ടുപോകണം, ഒരു സംശയത്തിൻ്റെ പുറത്ത് വേറൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണോ എന്ന് ചോദിച്ചതിന് ശേഷമാണ് ഡോക്ടർ ബൈ ഹാൻഡിൽ ഒരു റിപ്പോർട്ട് എഴുതി, ഒരു സമ്മറി പോലെ എഴുതി തന്നിട്ട് നമ്മളത് വേറെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ പറയുന്നു ഇതേപോലെ ഓക്കെ ആക്കി എടുക്കാം, വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാന്നുള്ളൊരു രീതിയിലേക്ക് വരുന്നത്. അങ്ങനെ 6-ാം തീയതി രാവിലെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ തയ്യാറെടുത്തപ്പോഴാണ് ഡോക്ടർ പറയുന്നത്, നമ്മുടെ ഭാഗത്തുനിന്ന് ഷിഫ്റ്റ് ചെയ്യാം എന്ന് തയ്യാറെടുത്തപ്പോഴാണ് ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞത് ഇനി എവിടെ കൊണ്ടുപോയിട്ടും കാര്യമൊന്നുമില്ല, അച്ഛൻ 2 ദിവസത്തിനകത്ത് മരണപ്പെടും, ഹാർട്ട് അറ്റാക്ക് മൂലമായിരിക്കും മരിക്കുന്നത്, ഓക്സിജൻ ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഷോക്കാണ്. കാരണം അതുവരെ കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിങ്ങനെ പോയിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഷോക്കായി. ശരിക്കും അതാണ് നമുക്ക് അന്വേഷിക്കുക. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഡോക്ടർ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുത്തില്ല, അല്ലെങ്കിൽ നമുക്ക് മറ്റേത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കാൻ തക്കവണ്ണം നമ്മൾ പറഞ്ഞു. അവർ പറയുന്ന ഓരോ ബില്ലും നമ്മൾ അടച്ചുകൊണ്ടിരിക്കുക. പേയ്മെൻറ്റിൻ്റെ കാര്യമല്ല നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന ഓരോ ബില്ലും നമ്മൾ അടച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ ഇത്ര ബില്ല് അടയ്ക്കാൻ പറയുന്നു, 8,000 രൂപ ഇഞ്ചക്ഷൻ എടുക്കട്ടെ, 10,000 രൂപ ഇഞ്ചക്ഷൻ എടുക്കട്ടെ, 12,000 രൂപ ഇഞ്ചക്ഷൻ എടുക്കട്ടെ, ഇതെല്ലാം നമ്മൾ ഓക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ബില്ലിലുണ്ട്. ഏകദേശം 3 ദിവസത്തേക്കാണ്ട് 82,000 രൂപയുടെ മെഡിസിൻസ് മാത്രം എടുത്തു. അതൊക്കെ വേറെ ഏകദേശം 10 ദിവസത്തേക്ക് വലിച്ചിന് വന്ന ബില്ലെന്ന് പറയുന്നത് 2.5 ലക്ഷം രൂപയോളമാണ്. അതിന് കറക്റ്റ് എമൗണ്ട് നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾക്ക് പൈസയുടെ കാര്യത്തിനല്ല നമ്മളിരിക്കുന്നത്. നമ്മൾ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. SP-ക്കും DYSP-ക്കും അതുപോലെ തന്നെ കൊല്ലം ജില്ലാ DMO-യ്ക്കും കളക്ടർക്കും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. കളക്ടറെ നേരിട്ട് കണ്ടും പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു അനാസ്ഥയാണ് നമുക്ക് അന്വേഷിക്കേണ്ടത്. മറ്റൊരാൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഇനി ഉണ്ടാവരുത്. അതാണ് നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് വേണ്ടത്. ഇനി അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുത്. നടന്നു വന്ന ആളെ ഇതേപോലെ എന്താ പറയുക ഡെഡ് ബോഡിയാക്കി വിടുന്ന രീതിയിലുള്ള ഒരുപാട് പ്രവണതകൾ ഇതിനു മുന്നേ വിജയാസിൽ നടത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ കാര്യം
നിയമത്തിൽ വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നിയമപരമായിട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 2.5 ലക്ഷം രൂപയോളം അവർ പറഞ്ഞ സ്ഥലത്ത് ഏറ്റവും വിഷമകരമായ ഒരു കാര്യം, ഇത്രയും ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് അവരോട് ഞാൻ പറയുന്നു എൻ്റെ അച്ഛനെ ഒന്ന് മാറ്റിത്തരാൻ പറയുന്നു. മാറ്റിത്തരാൻ പറഞ്ഞിട്ട് അത് ആംബുലൻസ് ICU ആംബുലൻസ് വിളിച്ചു, കിംസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കിംസിൽ വിളിച്ച് ഞാൻ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ഇവർ പറഞ്ഞു വിട്ടല്ല കിംസിലേക്ക്. ഞാൻ ഒരു ഡോക്ടറെ വിളിച്ചു, ഒരു കാര്യം ചോദിച്ച് ഒരു ICU ആംബുലൻസ് അവിടെ വിളിച്ച് നിർത്തിയിട്ട് സാർ ആ സമ്മറിക്ക് വേണ്ടി ഞാൻ അവരുടെ കൂടെ കെഞ്ചി 2.5 മണിക്കൂർ അവിടെ പുറയിൽ നടന്ന് അതിനുശേഷം ബില്ലടയ്ക്കാതെ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ എത്ര രൂപയാണ് ബില്ലടയ്ക്കേണ്ടതെന്ന് ചോദിച്ചു. അവരന്ന് 80,000 രൂപ ബില്ല് 86,000 രൂപ ബില്ലടയ്ക്കണമെന്ന് പറഞ്ഞു. 86,000 രൂപ അതിനും ഇവർ പോയി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇത്രയും നാളായിട്ട് ബില്ലടച്ച് കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസ് തോന്നുന്നു, നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോൾ 80,000 രൂപ അവർ അഡ്ജസ്റ്റ് ചെയ്ത് 80,000 രൂപ അടച്ചു. എന്നിട്ട് ഈ മെഡിസിൻ റിപ്പോർട്ടുകളെല്ലാം വെച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു ഏകദേശം ഒരു 10,800 രൂപ എൻ്റെ കയ്യിൽ നിന്ന് അഡീഷണലാണ് അവർ വാങ്ങിയിരിക്കുന്നത്. ആ മെനഞ്ഞാന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് അവർ ക്രെഡിറ്റ് ചെയ്തു 10,800 രൂപ. അവർ അധികമായിട്ട് ഈ മെഡിസിൻ എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് 10,800 രൂപ എൻ്റെ ഗൂഗിൾ പേയിലേക്ക് അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ നേഴ്സ് എനിക്ക് അയച്ചതും കാര്യങ്ങളുമെല്ലാം കൃത്യമായി എൻ്റെ കയ്യിലുണ്ട്. ആ 10,000 അതിനും സാർ ഈ 10,800 രൂപ എനിക്ക് അയച്ചു തരണമെങ്കിൽ അത് എന്തിൻ്റെ പേരിലാണ്? അതിൽ ആ മെഡിസിൻ അവർ ആ സമ്മറിക്ക് വേണ്ടി ഞാൻ അവരോട് കെഞ്ചിയിട്ട് പോലും അവർ തന്നിട്ടില്ല. എൻ്റെ അച്ഛനെ ഒരു ദിവസം മുന്നെങ്കിലും കൊണ്ടെത്തിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ എനിക്ക് ഈ ഒരു വിജയാസുമായിട്ടോ ഇങ്ങനൊരു നിങ്ങളെ ഒരുമിച്ച് വിളിക്കാനോ ഒന്നും എനിക്ക് വേണ്ടിയില്ല. എൻ്റെ അച്ഛനെ എനിക്ക് ജീവനോടെ വീട്ടിൽ കൊണ്ടുപോയിരുന്നു. ഇതൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് വലുതാണ് സാർ. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന് മറ്റാൾക്കും ഉണ്ടാവരുത്. അതല്ലാതെ ഈ പറഞ്ഞ കണക്ക് ഞങ്ങളുടെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അന്വേഷിക്കാൻ പറ്റും. ഞങ്ങളുടെ പിന്നിൽ ആരുമില്ല, ഞങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത്. ഇത് മറ്റാൾക്കും ഉണ്ടാവരുത്, ഇത് മാത്രമേ ഉള്ളൂ. ഒരുപാട്, അതായത് പേഷ്യൻ്റ് കിംസിലെത്തി അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഒരു സമ്മറി തരാൻ തയ്യാറായില്ല. ഭയങ്കര രീതിയിലുള്ള സംസാരങ്ങൾ, വഴക്കൊക്കെ അതിന് ശേഷമാണ് ഒരു എന്നിട്ട് PRO എനിക്ക് അയച്ചു തന്ന സമ്മറി അദ്ദേഹം തന്നെ ഡിലീറ്റ് ചെയ്തു. PRO അയച്ചു തന്നിട്ട് 2,000 രൂപയ്ക്ക് അല്ലേ, 2,000 രൂപ അടച്ചാലേ സമ്മറി തരുമെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് അദ്ദേഹം തന്നെ ആ PRO ഡിലീറ്റ് ചെയ്ത് എനിക്ക് അച്ഛനെ അവിടെ കൊണ്ടു ചെല്ലുന്ന സമയത്ത് സമ്മറി ആ ഫോണിലുണ്ടായിരുന്നു. ആ ഫോൺ കൊണ്ട് ചെന്നപ്പോഴത്തേന് ആ PRO അത് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു. ഞാൻ അടുത്ത ദിവസം വിളിച്ചു വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അത് നിങ്ങൾ പൈസയുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ ഡോക്ടറുടെ സൈൻ ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ 10,800 രൂപ അതിനുശേഷം അവർ റീഫണ്ടും ചെയ്തു. അത് 10,800 രൂപ അവർ റീഫണ്ട് ചെയ്തു. ആ മെസ്സേജ് കാണിച്ചു. അന്ന് ഞങ്ങൾ ഈ സമ്മറി എല്ലാം കിംസിലേക്ക് ഓൾറെഡി ഇവിടുന്ന് പോയി 3:30 ആയപ്പോഴത്തേക്ക്, അതായത് 12:30 ആംബുലൻസ് വിളിച്ചിട്ടേക്ക് ഒരു തരത്തിൽ പേഷ്യൻറ്റിനെ വിടത്തില്ല. ലാസ്റ്റ് ഞങ്ങൾ അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് പേഷ്യൻറ്റിനെ വിട്ടത്. അദ്ദേഹത്തിനെയാണ് എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി അവിടെ ഒരു ഫോട്ടോ ആക്കി തന്നിട്ടുള്ളത്. അത് എത്രത്തോളം വലുതാണെന്ന് അവനവന് നേരെ വരുമ്പോഴല്ലേ സാർ അറിയത്തുള്ളൂ. 2-3 ദിവസം മുന്നേ പറയേണ്ടിയിരുന്ന ഒരു കാര്യം നമ്മളിവിടുന്ന് കൊണ്ടുപോകുവാണെന്ന് പറഞ്ഞപ്പോൾ മാത്രം പറഞ്ഞത്. അതെന്തുകൊണ്ടാണ്? അത് ചികിത്സാ പിഴവ് കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം മറയ്ക്കുവാനാണോ? ഇതാണ് നമുക്കറിയേണ്ടത്. ഓക്കെ ആക്കി തരാം, അല്ലെങ്കിൽ 10 ദിവസത്തോളം ഓക്കെ ആക്കി തരാം എന്ന് പറഞ്ഞൊരു രോഗിയെ 11ാമത്തെ ദിവസം അദ്ദേഹം ഇനി തിരിച്ചു വരില്ല എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ഒരിക്കലുമല്ല. ICUവിൽ കിടന്നൊരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ICUവിൽ കിടന്നൊരു പേഷ്യൻ്റ് അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ കിടന്നൊരു പേഷ്യൻ്റ്, ഓക്സിജൻ സപ്പോർട്ടോട് കൂടി കിടന്നൊരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഓക്കെ, മെഡിക്കൽ നെഗ്ലിജൻസ് അല്ല, അല്ലെങ്കിൽ മറ്റ് പിഴവുള്ള കാര്യങ്ങളൊന്നുമില്ല, സ്വാഭാവികമായിട്ടുള്ള ഡെത്ത്. ഇത് അതേ റിപ്പോർട്ട് മറ്റൊരു ഹോസ്പിറ്റലിൽ പറഞ്ഞപ്പോൾ അവർ കുറച്ചും കൂടി മുന്നേ എത്തിച്ചിരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിയമപരം അന്വേഷിച്ചിട്ട് ഇനിയുള്ള ഒരു വ്യക്തിക്കെങ്കിലും ഒരു അച്ഛനെയോ ഒരു അമ്മയോ ഒരു മകനെയോ ഒരു മകളെയോ നഷ്ടപ്പെടാതിരിക്കാനുള്ള നിയമ സംവിധാനം കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. അല്ലാതെ ഹോസ്പിറ്റലിനെ നശിപ്പിക്കാനോ ഹോസ്പിറ്റലിനെതിരെ ഞങ്ങൾക്ക് എന്ത് വാശിയും എന്ത് ദേഷ്യവുമാണ് സാർ ഒരു സ്ഥാപനത്തിനുള്ളത്. അതിന് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എന്ത് സാഹചര്യമാണ് ഞങ്ങൾക്കുള്ളത്? ഞങ്ങൾക്കതൊന്നും കഴിയില്ല, ഞങ്ങൾക്കൊന്നും പറ്റില്ല. ഞങ്ങൾക്കുണ്ടായ നഷ്ടം മറ്റൊരാൾക്ക് ഉണ്ടാവരുത് എന്ന് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. വേറെ ഒന്നും ഞങ്ങളെ സംബന്ധിച്ചില്ല.